ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ റബീഉൽ അവ്വൽ 11-ൻ്റെ രാത്രി ഒരു 11:30-ക്ക് നമ്മളൊരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണ്. ഇപ്പോൾ റോഡ് ടെക്നീഷ്യനൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയാത്തിൻ്റെ സൗത്ത് ബ്രാഞ്ചിൽ ഐ ലവ് യു മുഹമ്മദൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് എല്ലാം കാണാം. എല്ലാം നല്ല മെച്ചപ്പെട്ട ഒന്നൊന്നില്ല. ഇതാ അവിടെ കുറേ ഒരു 500 കുടകളോളം ഇവിടെ മലർത്തി തൂക്കിയിട്ടിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ ഗേൾസ് സ്കൂളിൻ്റെ റോഡാണ്. അവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ അലങ്കരിച്ചിരിക്കുന്നു. അങ്ങനെ പിന്നെ ജെട്ടീൻ്റെ അവിടെ നിന്ന് വടക്കോട്ടുള്ള റോഡും എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെ. അപ്പോൾ ബാക്കിയാത്ത് മദ്രസ എത്തുന്ന വരെ അങ്ങനെ നല്ല പോലെ തന്നെ അലങ്കരിച്ചിട്ടിട്ടുണ്ട്. ഫുൾ ലൈറ്റാണ്, ഓരോരോ കളർ ലൈറ്റുകൾ കൊണ്ട് അതിഭംഗിയായിട്ട് കവർത്തി ദ്വീപ് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയാത്തിൻ്റെ ഗേറ്റൊക്കെ നല്ല ഭംഗിയായി, അകത്തോട്ടൊക്കെ ഫുള്ള് ഡെക്കറേഷനാണ്. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ കണ്ടു വരുമ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ച് രാത്രി 12 മണിയാകുമ്പോഴത്തേക്കും ആരും ഉണ്ടാവില്ല എന്ന്. എന്നാലും നല്ല തിരക്ക് തന്നെ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കണ്ട് നടക്കലാണ്. നാളെ രാത്രി ഇതിനേക്കാളും തിരക്കുണ്ടാവും. നാളെ രാത്രി 12-ൻ്റെ അന്നല്ലേ, അന്ന് പിന്നെ ഫുള്ള് തിരക്കായിരിക്കും. അപ്പോൾ പണിയൊന്നും പൂർത്തിയായിട്ടില്ല, എടുത്തുകൊണ്ടിരിക്കുകയാണ്. മഹീദ്ദീൻ പള്ളീൻ്റെ അടുത്താണ്. അങ്ങനെ വന്ന് നമ്മൾ ദർക്കത്തിൻ്റെ ഗേറ്റ് എത്തി. ദർക്കത്തിൻ്റെ ഗേറ്റും നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞ വർഷത്തേക്കാളും നല്ല പോലെ തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ വാളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ പുഷ്പ ജംഗ്ഷൻ എത്തി. അവിടെ കുട മലർത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കുട കമഴ്ത്തി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. എവിടെയും കുറേ ഒരു 500ഓളം കുടകളുണ്ടാവും. എല്ലാം നല്ല ഭംഗിയിൽ തന്നെ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നു. പുഷ്പ ജംഗ്ഷൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് വാട്ടറിൻ്റെ റോഡൊക്കെ സ്റ്റാറൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞ വർഷത്തേക്കാളും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് വാട്ടറിൻ്റെ അവിടെ ഒരു തൂണൊക്കെ കാണുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഐ ലവ് യു മുഹമ്മദ് എന്നൊക്കെ അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് മടക്കിയിട്ടില്ല. അപ്പോൾ നാളെ രാത്രി ആകുമ്പോഴത്തേക്കും ഫുൾ കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് തന്നെ അവർ പൂർത്തിയാക്കാൻ നോക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര ഡെക്കറേഷനാണ്. പിന്നെ ചുങ്കത്തിൻ്റെ അവിടെയൊക്കെ നല്ല പോലെ ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ LG ഓഫീസിൻ്റെ അവിടെ എല്ലാം ഒന്നിലൊന്ന് മെച്ചം തന്നെ. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്, എല്ലാം സൂപ്പർ തന്നെ. എല്ലാവരും പെട്ടെന്ന് കാണാറായിരിക്കോ. അടിപൊളിയാണ്. നാളത്തേക്ക് എല്ലാവരും ഒരുങ്ങി ഫുള്ള് അവിടെ ഇവിടെ ആയിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ റോഡെത്തി. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ട് പോകുന്ന റോഡാണ്. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും അവിടെ എല്ലാവരും അവിടെ ഇവിടെ ആയിട്ട് ഫോട്ടോഷൂട്ട് എടുക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് സിൽസില ഗ്രൂപ്പുമാണ് ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും പോയിട്ട് എല്ലാവരും ബൈക്കിൽ കണ്ടുകൊണ്ട് കറങ്ങലൊക്കെ തന്നെയാണ് ഗൈസ്. ഇന്ന് അടിപൊളി നൈറ്റാണ്. എല്ലാം കണ്ടാലും മതിയാവില്ല. അപ്പോൾ നാളെ രാത്രിയാണ് ഇതിനേക്കാളും ഭംഗി, ഇതിനേക്കാളും തിരക്കും. ഫുള്ള് തിരക്കായിരിക്കും നാളെ രാത്രി. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് രാത്രി ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടത്. സൗകര്യം പോലെ ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇന്ന് രാത്രി. അവിടെ ഒട്ടകവും ഒരു ഈന്തപ്പന മരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാലാഖയുടെ ചിറകൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നാളെ രാത്രി നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കേണ്ടതാണ്. അപ്പോൾ നാളെ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല, ഫുള്ള് ഫോട്ടോ എടുക്കേണ്ട ദിവസമാണ്. അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ലാസ്റ്റ് വന്ന് ഞങ്ങളുടെ മർക്കസും കഴിഞ്ഞ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടിപൊളിയാണ്. ഞങ്ങളുടെ മർക്കസ് പള്ളി ലാസ്റ്റെല്ലാം എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കോട്ടേഴ്സിലേക്ക് പോവാണ്. ബൈ, അസ്സലാമു അലൈക്കും.